ഹലോ മച്ചന്മാരെ, നമ്മളൊരു ട്രിപ്പ് പോകണ്ട. ട്രിപ്പ് ഒന്നും പറയാ, സമ്മാനം വാങ്ങാൻ പോകുന്ന പറയാം. അപ്പൊ വെളുപ്പിന് 4 മണി 4:30 മണി ഇട്ടാ ഒരു ലോങ് ഡ്രൈവ് ഗൈസ്. പൊന്നൂഞ്ഞിട്ടും ബാക്കിലുണ്ട് കേട്ടാ. നമ്മള് കണ്ണൂർക്ക് പോവാണ്. കുഞ്ഞിട്ട് തമ്പ് എനിക്ക് തണുത്ത് വരച്ചിരിക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ വാഹനം ദേ റോട്ടിലേക്ക് ഇറക്കിന് നേരെ കണ്ണൂർക്ക് വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. റോഡ് കണ്ട അത് കുളവിട്ട് കിടക്കണ്ട. ഇപ്പോഴത്തെ അവസ്ഥ അല്ലട്ടാ, ഇത് അന്നെടുത്തപ്പോ ഇത്രയും മനോഹരമായ റോഡായിരുന്നു. അപ്പൊ അതേ നമ്മള് എവിടെയൊക്കെയോ എത്തി. ഹൈവേ ആണ്, സൺറൈസ് ആണ് കാണുന്നത്. ഇതാ ഇത് ഭാരതപ്പുഴയുടെ തീരണ്ട് കാണുന്നത്. അപ്പൊ നമ്മൾ ആ ബ്രിഡ്ജിന്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് തിളങ്ങും വിലങ്ങും വീഡിയോ ഒക്കെ എടുത്ത് അതിന്റെ ബ്യൂട്ടിയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ നേരെ വിട്ടത് കേട്ടോ. കുഞ്ഞോട്ടിനൊക്കെ നല്ല ത്രില്ലാണ്. അപ്പോൾ അതേ നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്നാണ് ഫുഡ് കഴിക്കാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അതേ കുഞ്ഞോട്ടനെ വിളിക്കാൻ വണ്ടി നിർത്തിയിട്ടാക്കിയാണ്. കുഞ്ഞോട്ടനെയും പൊന്നിനെയും വിളിക്കാനുള്ള പരിപാടിയാണ്. കുഞ്ഞോട്ടൻ ഉറക്കാന്നോണ്ടാ, നല്ല ഉറക്കാണ്. 4:30 മണിക്ക് എനിക്ക് പോകുന്നതാണല്ലോ. കുഞ്ഞൂട്ടനെ വിളിച്ചിട്ട് കുഞ്ഞൂട്ട എനിക്കല്ല. കുഞ്ഞൂട്ടാ എനിക്കടാ കോഴിക്കോട് അങ്ങായി എത്തിയടാ. കോഴിക്കോട് അങ്ങായി ബാബാ നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് പാടാ കുഞ്ഞൂട്ടാ. ഇത് എനിട്ടിട്ട് ചുറ്റുപാടൊക്കെ വീക്ഷിക്കാനുള്ള കുഞ്ഞൂട്ടൻ. എന്താ കോഴിക്കോട് അങ്ങായി നിനക്ക് ഇഷ്ടമായില്ലേ? ഇത് വീണ്ടും കിടന്നു. ഉറങ്ങിയാ? എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പം നമ്മളിതേ വണ്ടിയിൽ നിന്ന് കുഞ്ഞുട്ടനെയൊക്കെ പൊക്കി കുഞ്ഞുട്ടൊക്കെ എനിട്ടാ നേരെ നമ്മളിതേ റെസ്റ്റോറൻറ്റിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇതാണ്ട റെസ്റ്റോറൻറ്റ് കോഴിക്കോട് ടൗണിലുള്ളതിന്. അപ്പം നമ്മളിതേ റെസ്റ്റോറൻറ്റിലെത്തി. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്ടോ. അപ്പോൾ ഇവിടെ നിന്നൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി കണ്ണൂർ യാത്ര തുടരാനാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ട് കുഞ്ഞുട്ടനൊക്കെ ഒരു മത്ത് പിടിച്ച അവസ്ഥയിൽ കണ്ണ് ചിമ്മി പോകണണ്ട. എന്താടാ കുഞ്ഞുട്ടാ? ഉറക്കത്തിന്റെ ചടവ് മാറിയിട്ടില്ല. പൊന്നു ഉഷാറായിട്ടാ. പൊന്നു നല്ല ഉഷാറായിട്ടിരിക്കുന്നു. കുഞ്ഞൂട്ടന് ആകെ ഒരു മന്നിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഫുഡ് വന്നു. വെള്ളയപ്പം, പുട്ട്, മുട്ടക്കറി, പിന്നെ ചിക്കൻ കറി, ഇതൊക്കെ നമ്മൾ മേടിച്ചത്. ചായ. അപ്പോൾ സംഭവം നല്ല ക്വാളിറ്റി, നല്ല സൂപ്പർ ക്വാളിറ്റി ടേസ്റ്റി ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ എനിക്ക് പോകുന്ന. അപ്പം ഇനി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ യാത്ര നമ്മൾ തുടരും. അതാണ് പരിപാടി. അപ്പം ഇവിടെ നിന്നും ഇനി കണ്ണൂരിലേക്കാണ് പോകണ്ടേ. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവാണ്. ഇവിടെ നിന്ന് എനിക്കൊന്ന് 2 മണിക്കൂറൊക്കെ ട്രാവലിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. ഹൈവേയുടെ പണി നടക്കണ നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മളിത് ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായിട്ട് ഹോട്ടലിൽ തന്നെ പുറത്തിരിക്കേണ്ട. അപ്പോൾ കുഞ്ഞൂട്ടൻ ഉഷാറായി. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞൂട്ടൻ്റെ ഓടിക്കളി ചാടിക്കളി ഉഷാറൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ചാടി. കുഞ്ഞൂട്ടൻ അവിടെ കിടന്നുള്ള അംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങാണ്. യാത്ര തുടരുന്നു ഗൈസ്. അപ്പോൾ ഹോട്ടലിന് മുമ്പിൽ ക്രിസ്മസ് ട്രീ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ കയറിയുന്നുണ്ട്. ഫോട്ടോ എടുക്കണം, ചാടി കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ചാടി കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോട്ടനെ ഇങ്ങോട്ട് പൊക്കിയിട്ട് വണ്ടിയിലേക്കൊക്കെ ഉണ്ടോ. അപ്പോൾ ഗൈസ് ഹൈവേയുടെ പണി നടക്കണ കാരണം റോഡൊക്കെ ഓരോ അവസ്ഥയ്ക്ക് കിടക്കുന്നു. ഇതിൽ കൂടെ പോകേണ്ടതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഓരോ വണ്ടികളുടെ പിന്നാലെ വെച്ചങ്ങോട്ട് പോയിന്. ഇതേ ഒരു വലിയ കടമല്ലേണ്ട തോരന്ന് വെച്ചേക്കണത്. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മുടെ ഹൈവേ പോണത്. അപ്പോൾ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സംഭവം കിടുക്കാച്ചി ഡ്രൈവിംഗ് ആയിരുന്നു. പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ. അപ്പോൾ അതേ പെട്രോൾ പമ്പിന്റെ ബോർഡൊക്കെ ഇവിടെ കണ്ടോ ഗൈസ്. പെട്രോൾ അടിക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ മാഹി പെട്രോൾ പമ്പ്. അപ്പൊ ഒരു 10-12 രൂപയുടെയൊക്കെ വ്യത്യാസമുണ്ട്. 100 കിലോ പെട്രോൾ അടിച്ചാണ് മാഹി. അല്ല കുഞ്ഞോട്ടാ, വെളുപ്പിന് എത്ര അടിച്ചിട്ടുണ്ടായി? 5 കിലോ അടിച്ചിട്ടുണ്ടായുള്ളൂ. 100 കിലോ അടിച്ച് നിറച്ച് മാഹി പെട്രോൾ അല്ലേ. സീറ്റ് എങ്ങനെയുണ്ട്? വണ്ടി നിർത്തിയാക്കണം കേട്ടോ. സീറ്റ് ബെൽറ്റ് ഒക്കെ അയച്ച് ഞങ്ങൾ ഇരിക്കണത്. വണ്ടി ഓടുമ്പോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സാധനമൊക്കെ മാറ്റി ഞങ്ങൾ. അപ്പത് നമ്മൾ ഏകദേശം 30 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടാ. ഏകദേശം 2800 എത്ര എങ്ങാണ്ട് രൂപയുണ്ട് 30 ലിറ്റർ. അപ്പം നമ്മളിത് ഫൈനലി കണ്ണൂർ എത്തിയിട്ടാ. നമ്മുടെ കൃഷ്ണ ജ്വല്ലറിയുടെ മുമ്പിലാണ് നിൽക്കണേ. ഇവിടെ നിന്ന് നമുക്കൊരു റീൽ കോൺടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അത് മേടിക്കാൻ വേണ്ടി വന്നാക്കണേണ്. അപ്പോൾ കുഞ്ഞൂട്ടനും പൊന്നും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. കൃഷ്ണ ജ്വല്ലറിയുടെ അകത്താണ് ഈ കാണുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ആ ഒരു ഉഷാറങ്ങോട്ട് ഫുൾ പവർ കിട്ടിയിട്ടില്ല. ഒരു 80-90 റേഞ്ചിലേക്കേ വന്നിട്ടുള്ളൂ.
കൃഷ്ണ ജ്വല്ലറിയുടെ ഉള്ളിലുള്ള മനോഹരമായ ഇൻഡോർ വ്യൂ ആണ് കാണുന്നത്. നമ്മൾ ഒരുപാട് ജ്വല്ലറി കണ്ടിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കൃഷ്ണ ജ്വല്ലറിയുടെ അകത്ത് നിന്ന് പ്രത്യേക ഒരു വൈബാണ്. വല്ലാത്തൊരു രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കണം. ഏവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ നവംബർ 14-ന് കൃഷ്ണ ജ്വൽസ് ക്രിസ്മസ് ഡേ വിത്ത് കൃഷ്ണ ജ്വൽസ് കോൺടെസ്റ്റ് 2025 നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. ചിൽഡ്രൻസ് ഡേ വിത്ത് കൃഷ്ണ ജ്വൽസ് ഓൺലൈൻ കോൺടെസ്റ്റിൽ ഷോർട്ട് ഫിലിം ചെയ്ത് വിന്നറായിരിക്കുകയാണ് കൊച്ചുമിടുക്കി അനിയൻ അനശ്വരനുമുള്ള സമ്മാനം നൽകുന്നത് കൃഷ്ണ ജ്വൽസ് ജോയിന്റ് മാനേജിംഗ് പാർട്ണർ ശ്രീമതി സുധാ രവീന്ദ്രനാഥ് അവർ. സിൽവർ കോയിനും സർട്ടിഫിക്കറ്റ്സ് ഓഫ് എക്സലൻസും കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നിന്നുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഫാമിലി ഡിന്നറുമാണ് ആഗ്നേയയ്ക്കും അനശ്വരനും സമ്മാനമായി നൽകുന്നത്. ഡിന്നർ കൂപ്പൺ നൽകുന്നതിനായി കൃഷ്ണ ജ്വൽസ് പാർട്ണർ ശ്രീ പ്രമോദ് കുമാർ അവരെ ക്ഷണിക്കുന്നു. പേരടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തിന് ക്രിസ്തുമസ് സ്പെഷ്യൽ ഡിന്നർ അടക്കം ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പിന്നെ ഗൈസ് പൊന്നൂസിന്റെ ഒരു പാട്ടുണ്ടായിട്ട് ജ്വല്ലറിയിൽ. അപ്പം നമ്മൾ ജ്വല്ലറിയിലെ സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇതേ അവിടെ നിന്ന് ഇറങ്ങാണ്ട കേസ്. ഇനി നേരെ നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നാളെ വൈകിട്ടാണ് കേട്ടോ, ക്രിസ്മസിൻ്റെ അന്നാണ് ബീച്ച് റിസോർട്ടിലുള്ള ഫംഗ്ഷൻ. അപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നേരെ ഇതേ വണ്ടി എടുത്ത് പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകും. അപ്പോൾ ഇതേ കാറ് നമ്മൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പം നേരെ നമ്മൾ അവിടുത്തെ ഹോട്ടലുകളൊന്നും വലിയ പരിചയമില്ല, നല്ല അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് നോക്കിയിട്ടുള്ളൊരു ഹോട്ടലിൽ ചെന്ന് കയറി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഈ പരിപാടി എന്ന് ഒരുപാട് പറയണ ബോറടിക്കണ്ടല്ലേ. അപ്പോൾ ഇതേ നമ്മൾ ബിരിയാണിയൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ അതേ നമ്മളിത് ഈ ഡ്രിങ്ക്സൊക്കെ പണ്ട് കാലത്ത് ഒരിടക്കാലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ. പക്ഷെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ ശീതള പാനീയങ്ങളൊക്കെ മേടിച്ചത്. പച്ചക്കുപ്പിയിലെയും കറുപ്പക്കുപ്പിയിലെയും കൊക്കക്കോള സ്പ്രൈറ്റൊക്കെ. ഇത്രയും ഡ്രൈവ് ചെയ്ത് ഒരു വല്ലാത്ത പരിപാടി. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ലിഫ്റ്റിലുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിത് ഹോട്ടലിൽ എത്തിയിട്ടൊക്കെ ലക്സ് ഡി അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് അടിപൊളി സെറ്റപ്പാണ്. റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത്രയും യാത്ര ചെയ്താൽ നല്ല ക്ഷീണമുണ്ട്. പിന്നെ റൂമിലൊക്കെ ചെന്ന് റൂമൊക്കെ പരതി എടുക്കുകയാണ് പൊന്നൂസും കുഞ്ഞൂട്ടനും. അപ്പോൾ കുഞ്ഞൂട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ഒരു സ്റ്റേ ഒക്കെ വന്നത്. ഇതാണ്ടൊക്കെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയ നമ്മുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കണ്ടിന്യൂഷൻ ബീച്ച് റിസോർട്ടിലെ പാർട്ടി ഉണ്ട്, അത് അടുത്ത വീഡിയോ ഇടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.